പിന്നെന്തിനാ വിവാഹം കഴിക്കുന്നത്? നിനക്കൊട്ടും വിശ്വാസമില്ലെങ്കിൽ ഈ റിലേഷൻ അവസാനിപ്പിച്ചേക്ക്. നീ എന്താണ് ഈ പറയുന്നത് രോഹിത്? ഈ റിലേഷൻഷിപ്പിന് അർത്ഥമില്ലെന്നോ? ഇതൊരു അർത്ഥമില്ലാത്ത റിലേഷൻഷിപ്പ് അല്ല. ഈ കല്യാണം എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ കല്യാണത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പ്രീതയിലും എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാനൊരു തെറ്റ് ചെയ്തെന്ന് സമ്മതിക്കുന്നു. പക്ഷെ ഞാൻ പ്രീതയ്ക്ക് സരള എനിക്ക് സത്യം ചെയ്ത് കൊടുത്തതാണ്. ഇനി ഇതുപോലൊരു തെറ്റ് ഒരിക്കലും ഞാൻ ആവർത്തിക്കില്ല. നിന്റെ ഈ ഒരു ഉറപ്പ് പ്രീതയ്ക്ക് എന്താ ഇതുവരെ തോന്നാത്തെ? ചോദിക്കേ. പ്രീത, എനിക്കറിയാം ഞാൻ വളരെ വലിയൊരു തെറ്റാണ് ചെയ്തതെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഇനി ഒരിക്കലും ഞാനത് റിപ്പീറ്റ് ചെയ്യില്ല. ട്രസ്റ്റ് മീ. പിന്നെ ഞാൻ കാരണമാണ് നീ ആ കിരണിനെ വിളിക്കാൻ പോകാത്തെങ്കിൽ അത് വളരെ മോശമാണ്. കിരൺ നിന്റെ വളരെ നല്ലൊരു സുഹൃത്താണെന്ന് ഞാൻ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. പ്ലീസ്, ഇതെന്റെ റിക്വസ്റ്റ് ആണ്. ഐ ഇൻസിസ്റ്റ്. നീ ചെന്ന് കിരണിനെ വിളിച്ചോണ്ട് വരും. ഞാൻ തെറ്റായി ഒന്നും ചിന്തിക്കില്ല. ട്രസ്റ്റ് മീ. പോയി അവനെ വിളിച്ചിട്ട് വരും. ഐ ജസ്റ്റ് ഹേറ്റ് ദിസ്. ഇന്ന് എനിക്ക് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തല കുനിച്ച് മാപ്പ് പറയേണ്ടി വന്നു. പക്ഷെ ഇപ്പോ ഒരു കാര്യം ഉറപ്പായി. ഇതിന് ഞാൻ എല്ലാവരോടും പ്രതികാരം ചെയ്തിരിക്കും. അടുത്ത തവണ എന്റെ പ്ലാൻ തെറ്റാവുകയില്ല, എന്റെ ട്രാക്ക് ഫെയിൽ ആവുകയില്ല. ഞാൻ തന്നെയായിരിക്കും അവസാനം ജയിക്കുന്നതെന്ന് ഞാൻ ഉറപ്പുവരുത്തിയിരിക്കും. അടുത്ത തവണ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് എന്റെ കയ്യിൽ തെളിവുണ്ടായിരിക്കും. നമ്പ്യാർ ഫാമിലിയെ, അറക്കൽ ഫാമിലിയെ ഞാൻ വേരോടെ പിഴുതെറിയും. എങ്ങനെയുണ്ടായിരുന്നു പ്രീത അറക്കലെ ഈ കിരൺ നമ്പ്യാർ? എങ്ങനെയുണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു കള്ളത്തിനെ സത്യമാക്കി മാറ്റുന്നതിന് നല്ല കാര്യമൊന്നല്ല പറയുന്നത്, കള്ളത്തരം എന്നാ പറയുന്നത്. നീ നന്നായി പെർഫോം ചെയ്തു. പക്ഷെ ഓ ഗോഡ്, എത്ര ആത്മവിശ്വാസത്തോടെ നീ ആ കള്ളം പറഞ്ഞത്. പക്ഷെ എനിക്കതിന് പറ്റില്ല. വാട്ട് ഐ മീൻ, എല്ലാവരുടെ മുന്നേ വെച്ച് ഞാൻ നിന്റെ അഭിമാനം രക്ഷിക്കുക ചെയ്തേ. പക്ഷെ എന്നിട്ട് നീ ഇവിടെ വന്ന് ഞാൻ കള്ളം പറഞ്ഞതിനെ പറ്റി പറഞ്ഞോണ്ടിരിക്കുക. നിനക്കൊട്ട് നന്ദിയില്ല പ്രീത. ഒരു മിനിറ്റ്, ഞാനെന്തിനു നന്ദി കാണിക്കണം? എനിക്ക് ഗിൽറ്റി ഫീൽ തന്നതിനോ? നിനക്കറിയോ എനിക്കിപ്പോ എന്ത് മോശമായിട്ടാ തോന്നുന്നതെന്ന്? നീ എല്ലാവരുടെ മുന്നിൽ വെച്ചൊരു കള്ളക്കഥ പറഞ്ഞു, എല്ലാവരോട് കള്ളം പറഞ്ഞു, എല്ലാവരും മണ്ടന്മാരാക്കി. ആ ഓക്കെ, നീ എന്നെ രക്ഷിച്ചു. എനിക്കെന്ത് മോശമായി ഫീൽ ചെയ്യുന്നു. ഞാൻ നിന്റെ കള്ളത്തരങ്ങൾ തിരുത്തുന്നതിന് പകരം നിന്നെ സപ്പോർട്ട് ചെയ്യുക ചെയ്തത്. ഒരു മിനിറ്റ്. വാട്ട് യു മീൻ? നീ എന്താടി പറയാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ സത്യം പറഞ്ഞ മതിയായിരുന്നു. പിന്നെ പറഞ്ഞു വരുമ്പോ നമ്മൾ പൃഥ്വിയെ അന്വേഷിച്ച് തന്നെയാ പോയത്. അവിടെ ക്ലൈമറ്റ് ശരിയല്ലായിരുന്നു, നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പ്രീത, നിനക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ടല്ലോ, അത് ഒരുപാട് കുറവാണ്. നിനക്കൊരു പരിധി കഴിഞ്ഞ് ചിന്തിക്കാനുള്ള കഴിവില്ല. നിനക്ക് ഒരിക്കലും എന്റെ റേഞ്ചിൽ എത്താനും സാധിക്കില്ല. സ്പെഷ്യലി ചിന്തിക്കുന്ന കാര്യത്തിൽ ഞാൻ നീ പകൽ വ്യത്യാസമുണ്ട്. പ്രീത അറക്കൽ ഞാൻ വിശ്വസിക്കുന്നത് ഒരു കള്ളം കൊണ്ട് ആരുടെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ അതിനേക്കാൾ നല്ലൊരു കാര്യം വേറെ ഇല്ലാന്നാ. ആർക്കും ദോഷമില്ലാത്തൊരു കള്ളം പറയുന്നത് എന്തുകൊണ്ട് നല്ല കാര്യം ഞാൻ വിശ്വസിക്കുന്നേ. മനസ്സിലായോടി? എടി, ഞാൻ കള്ളം പറഞ്ഞതോടെ നീ രക്ഷപ്പെട്ടു, പിന്നെ ഞാനും രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇല്ലായിരുന്നെങ്കിൽ ആ പൃഥ്വി നമ്മളെ വെറുതെ വിടാൻ പോകുന്നില്ലായിരുന്നു. അതെനിക്ക് ഉറപ്പായ കാര്യമാടി. അതൊക്കെ ശരിയാണ്. പക്ഷെ നീ ആദ്യം എന്തൊക്കെയാ പറഞ്ഞേ? ആദ്യം നീ ഉണ്ടാക്കി പറഞ്ഞൊരു കഥ. നിനക്കൊരു ബോധമില്ലേ? നിനക്കൊരു നാണോ ഇല്ലേ? ഇത്രയും മോശമായി, ഇത്രയും വൃത്തികെട്ട കാര്യങ്ങൾ നമ്മൾ രണ്ടുപേരെയും കുറിച്ച് നിനക്ക് എങ്ങനെ പറയാൻ കഴിഞ്ഞു? നമ്മുടെ ഫാമിലിയുടെ മുന്നിൽ വെച്ച് അത് പൃഥ്വി അവിടെ നിൽക്കുമ്പോ നീ എങ്ങനെ ആ ക്ലോസ്നെസിന്റെ കാര്യമൊക്കെ പറഞ്ഞത്? പരസ്പരം ഹൃദയമെടുപ്പ് കേട്ടു എന്നൊക്കെ എങ്ങനെ നിനക്കൊണ്ട് പറയാൻ കഴിഞ്ഞത്? നിനക്കറിയാമോ എനിക്ക് എന്ത് എംബാരസ്ഡ് ആയിട്ട് ഫീൽ ചെയ്തെന്ന്? നിനക്കപ്പോ ഒരു അർപ്പം തോന്നിയില്ലേ? എനിക്കിപ്പോ ഒരു കാര്യം നന്നായി മനസ്സിലായി. നീ വളരെ അപകടകാരിയായിട്ടുള്ള ഒരാളാണ്. കാരണം ഇത്രയും കള്ളം പറയുന്നതിനിടയ്ക്ക് നിന്റെ എക്സ്പ്രഷൻസ് ഒന്ന് ചെറുതായിട്ട് പോലും മാറിയതേയില്ല. ഇനി ഒരിക്കലും നീ എന്ത് പറഞ്ഞാലും ഞാൻ നിന്നെ വിശ്വസിക്കാനേ പോകുന്നില്ല. കാര്യം ഞാൻ എങ്ങനെ അറിയും എപ്പോഴാ സത്യം പറയുന്നത്, എപ്പോഴാ കള്ളം പറയുന്നതെന്ന്? ഞാൻ ഇനി നിന്നോടൊപ്പം നിൽക്കുമ്പോൾ വളരെ അലേർട്ട് ആയിരിക്കും.
കാരണം നീ ഒരു എക്സ്പേർട്ട് ലയർ ആണ്. വളരെ കണ്ണിങ്ങായി കള്ളം പറയും. ഞാൻ കള്ളം പറയായിരുന്നില്ല പ്രീത. ഞാൻ സത്യം തന്നെയാ പറയുന്നേ. നമ്മൾ രണ്ടുപേരും അടുത്തടുത്ത് നിന്ന ആ സമയത്ത് നിന്റെ മുഖത്തൊന്നും ഞാൻ ആ കെച്ചപ്പ് തുടച്ചപ്പോ അപ്പൊ എനിക്ക് നിന്നോടൊരു വല്ലാത്ത ഫീലാ തോന്നിയത്. പിന്നെ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ. പക്ഷെ സത്യത്തെ നമ്മൾ അടുത്തടുത്തായിരുന്നപ്പോ ആ പുല്ലുമത്തേൽ ഒരുമിച്ച് കിടന്നില്ലേ, ആ സമയം എനിക്ക് നീയുമായിട്ട് എന്തോ മുൻജന്മ ബന്ധമുള്ള പോലെ തോന്നി. സത്യം ഞാൻ പറയുന്നേ, ഇങ്ങനെ കിരൺ നമ്പരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സംഭവിക്കുന്ന പ്രീത. ആദ്യമായിട്ട്. പിന്നെ തമാശ പറയണോ? പിന്നെ നിന്റെ ഒരു കള്ളക്കഥയാണോ? ആ, ഞാൻ കള്ളം പറഞ്ഞാടി. പക്ഷെ ഈ കള്ളം ഞാൻ നിന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാ. എന്നാ നീ ഉണ്ടല്ലോ പൊന്നുമോളെ, ഈ ടെസ്റ്റിലും അങ്ങ് ഫെയിൽ ആയി പോയി. കിരൺ നമ്പ്യാർ, ഇനി മേൽ നീ എന്റെ മുന്നിൽ പരിധി വിട്ട് പെരുമാറിയ ഞാൻ വെച്ചേക്കില്ല. എക്സ്ക്യൂസ് മീ, ഐ ആം ദി കിരൺ നമ്പ്യാർ. ഓക്കെ, ഞാൻ ഇങ്ങനെ ബൗണ്ടറീസ് കടന്നു പോയിക്കൊണ്ടേയിരിക്കും. എനിക്ക് ഒരു ലിമിറ്റും ഇല്ല മോളെ. എനിക്ക് തമാശ ഇഷ്ടമാടി. നിനക്ക് തമാശ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചതുമില്ല. എന്റെ ജോക്ക് കേൾക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഇങ്ങനെ ചലക്കാതെ ഇറങ്ങി പോടി. ജസ്റ്റ് ഗോ. ഒന്ന് പോയി തരോ? നിന്നോട് രണ്ട് നല്ല കാര്യം പറയുന്നതും മതില് പോയി തള്ളുന്നതും ഒരുപോലെ തന്നെയാ. ഹലോ, എന്നോട് നീ കിടന്ന് ഒരുപാട് അങ്ങ് പ്രസംഗിക്കല്ലേ. എനിക്കൊന്നും കേൾക്കണ്ട. ഓക്കെ, പക്ഷെ നീ ഒരു വിവരദോഷിയാണല്ലോ. ഞാൻ ഇവിടെ നിന്നോട് സംസാരിക്കാനല്ല വന്നത്. നിന്നെ ചായ കുടിക്കാനായിട്ട് വിളിക്കുന്നു. വിളിച്ചു, ഞാൻ തിരിച്ചു പോകുന്നു. പൊയ്ക്കോ. നിനക്കൊരു താങ്ക് യു പോലും പറയാൻ തോന്നിയില്ല. ഞാൻ നിന്റെ അഭിമാനം രക്ഷിച്ചു എന്നൊരു പരിഗണനയെങ്കിലും തരാമായിരുന്നു. അറ്റ്ലീസ്റ്റ് താങ്ക് യു എങ്കിലും ഇല്ല. നീ പൊയ്ക്കോ. താങ്ക്സിന്റെ കാര്യമില്ല, താങ്ക് യു പറയാനും മടിയില്ല. പക്ഷെ ഈ കാര്യത്തിൽ ഞാൻ നിനക്ക് നന്ദി പറയുകയാണെങ്കിൽ നിന്റെ ആ കള്ളക്കഥകളൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്തു എന്ന് വരും. അതെന്തായാലും ശരിയല്ല. നമുക്ക് സത്യം പറയാമായിരുന്നു. നമുക്ക് എല്ലാവരോടും സത്യം പറയാമായിരുന്നു. എന്തൊക്കെയായാലും അതിനുശേഷം ഫാമിലി എന്ത് വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ പൃഥ്വി എന്ത് വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ സത്യം പറയാമായിരുന്നു. എനിക്കിനി പൃഥ്വിയുടെ കാര്യം ചർച്ച ചെയ്യാൻ തീരെ താല്പര്യമില്ല. ഒരു ഇൻട്രസ്റ്റും ഇല്ല. നീ പോയി അവനെ ആരതി ഒഴിഞ്ഞ് പൂജ ചെയ്യാ. എനിക്ക് നിന്റെ ഒരു പ്രസംഗം കേൾക്കണ്ട. നീ പോ, ലീവ്. ആ, ഞാനല്ലേ നിന്നോട് സംസാരിക്കാൻ ഇത്ര അത്യാവശ്യപ്പെട്ട് നിൽക്കുന്നേ. എനിക്കൊരു താല്പര്യമില്ല. മരക്കഴുതേ, ഡോങ്കി. ഗിരീഷ്, അവിടെ കബോർഡിലിരിക്കുന്ന ബിസ്ക്കറ്റും കുക്കീസും ഒക്കെ ഒരു പ്ലേറ്റിലെടുത്തവർക്ക് കൊടുക്ക്. രാധികന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ? വേണ്ട മോളെ, എല്ലാം റെഡിയായി. ഇനി ചായ ഗ്ലാസ്സിൽ ഒഴിച്ചെടുത്താൽ മാത്രം മതി. രാധികാന്റി, ആന്റി എന്നെ ഒരു ഗസ്റ്റിനെ പോലെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യരുത് കേട്ടോ. ഞാനും ആന്റിയുടെ കുടുംബം പോലെയല്ലേ. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറ. ഓഫ് കോഴ്സ് മോളെ, നീ എനിക്ക് എന്റെ മോളെ പോലെ തന്നെയാ. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിന്നെ അല്ലാതെ പിന്നെ വേറെ ആരെയാ വിളിക്കുക? ഒരു കാര്യം ഞാൻ പറയട്ടെ, നിന്നെ കണ്ടിട്ട് കിച്ചണിലൊക്കെ കയറി ജോലിയൊക്കെ ചെയ്യുന്ന ഒരു പെണ്ണായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നുവെച്ചാ നിന്നെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് നീ കിച്ചണിലേക്ക് കാലെടുത്ത് വെച്ച് ജോലി ചെയ്യാൻ ശ്രമിച്ചാ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് അറിയോ? ഭൂമി കുറുക്കം ചിലപ്പോ വരും, ചിലപ്പോ സുനാമി, ചിലപ്പോ ചുഴലിക്കാറ്റും വരും. പിന്നെ കിച്ചണിലിരിക്കുന്ന പ്ലേറ്റ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിഞ്ഞു വീഴും. എന്താ രാധികാന്റി, ആന്റിക്ക് എങ്ങനെയാണോ തോന്നുന്നത്? ഞാൻ അത്രയ്ക്ക് മന്ദബുദ്ധിയാണോ? ഓ, എന്റെ ഒരു പാവം കൊച്ച്, മോൾക്ക് വിഷമമായോ? ഞാൻ വെറുതെ തമാശക്ക് പറയായിരുന്നു മോളെ. മാത്രമല്ല, ഈ രാധിക ആന്റി കിച്ചണിലുള്ളപ്പോ വേറെ ആരെങ്കിലും ഇവിടെ ജോലി ചെയ്യേണ്ട കാര്യമുണ്ടോ? പിന്നെ ഞാൻ എന്നെ തന്നെ ഈ ലോകത്തിലെ ഏറ്റവും മികച്ച ഷെഫായിട്ടാണ് കാണുന്നത്. പിന്നെ എന്റെ ജോലിയിൽ വേറെ ആരെങ്കിലും ഇടയ്ക്ക് കയറി വരുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല. സോ പ്ലീസ് സൃഷ്ടി, നീ നിന്റെ ഡെക്കറേഷൻ ഹാൻഡിൽ ചെയ്യേ, ഞാൻ എന്റെ കിച്ചൺ ഹാൻഡിൽ ചെയ്യാം. പക്ഷെ ഒരു കാര്യം, എന്റെ അവസരം വരുമ്പോ ഞാൻ ആന്റിക്ക് കാണിച്ചു തരും സൃഷ്ടി സ്പെഷ്യൽസ് എന്തൊക്കെയാണെന്ന്. ആ സൃഷ്ടി മോളെ, ഞാൻ ആ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. സൃഷ്ടി സ്പെഷ്യൽ ഡിഷ് കഴിക്കാൻ വേണ്ടി. താങ്ക് യു ആന്റി, ഞാനിപ്പോ വരാം. ആ ഗിരീഷ്,
വാട്സപ്പ് സൃഷ്ടി എല്ലാം ഒക്കെ അല്ലേ? ഒന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് സൃഷ്ടിയോട് ഒട്ടും സ്നേഹമില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ സൃഷ്ടിയെ പ്രപ്പോസ് ചെയ്തിട്ടില്ല, അവൾ എന്നെയാണ് പ്രപ്പോസ് ചെയ്തത്. ഓഫ് കോഴ്സ് എന്തായാലും എല്ലാം ശരിയായിട്ടുണ്ടാവണമല്ലോ. കാരണം എനിക്കിപ്പോ സത്യം എന്താണെന്ന് അറിയാം. എന്ത് സത്യം? ഞാനൊരു തെറ്റായ ആളിലാണ് എന്റെ വിശ്വാസം വെച്ചത്. ബുദ്ധിയില്ലല്ലോ എനിക്ക്. ഈ പെണ്ണെന്താ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നേയില്ല. ചില സമയത്ത് എന്നോട് വളരെ ഫ്രണ്ട്ലി ആകും, വളരെ സ്വീറ്റ് ആയിട്ട് സംസാരിക്കും. ചിലപ്പോഴൊക്കെ കാരണമല്ലാതെ വഴക്കുണ്ടാക്കുകയും ചെയ്യും. അന്നൊരു ദിവസം അവൾ കിരൺചേട്ടന്റെ അടുത്ത് എന്നിട്ട് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതുപോലെ എനിക്കും അവളെ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ അവൾ എന്തിനാ എന്നോട് ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്നത്? എനിക്ക് തോന്നുന്നു അവൾക്ക് എന്നോട് ഇപ്പൊ വെറുപ്പാണെന്ന്. Now listen to me very careful, പ്രീത ആർക്കൽ. നീ ഇങ്ങനെയൊക്കെ ആലോചിച്ച് ഇവിടുന്ന് പോകുന്നതിന് മുന്നേ, മനസ്സിൽ തോന്നിയൊക്കെ ചിന്തിച്ച് കൂട്ടുന്നതിന് മുന്നേ എന്നെ ഇങ്ങനെ വെറുതെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും നീ സ്വയം തന്നെ ഇങ്ങനെ കുറ്റബോധം സഹിച്ചുകൊണ്ടിരിക്കുന്നതും ആദ്യം ഒന്ന് നിർത്താൻ നോക്ക. എന്താടി, നിനക്ക് തോന്നില്ലേ നിന്റെ വൃത്തികെട്ട മാങ്ങ തലയൻ ആ കുറയാൻ സത്യമല്ല അറിയണോന്ന്? നീ ടെൻഷൻ ആവണ്ട മോളെ, ഞാൻ എല്ലാം അവനോട് പറഞ്ഞു കഴിഞ്ഞു. യെസ് പാവക്കെ, ഞാൻ എല്ലാ കാര്യങ്ങളും അവനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിരിക്കാടി. അതായത് നമ്മൾ ഒരു അമ്പലത്തിലും ആയിരുന്നില്ല, പ്രാർത്ഥിക്കുകയോ ആയിരുന്നില്ല എന്ന്. അതൊക്കെ ഒന്നാം തരം കള്ളമായിരുന്നു എന്ന്. യെസ്, ഐ എം ക്ലീൻ ബേബി ഡോൾ. ഞാൻ ആ വൃത്തികെട്ടവനോട് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഈ കഥകളെല്ലാം ഒന്നാം തരം കള്ളമാണെന്ന്, ഇതിലൊന്നും ഒരു സത്യവും ഇല്ലാന്ന്. ഞാൻ നടന്ന കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു. ഇനി അവൻ വിശ്വസിക്കുകയോ ഇല്ലയോന്ന് അവന് മാത്രമേ അറിയൂ. അപ്പൊ പിന്നെ പൃഥ്വി എന്താ പറഞ്ഞത്? അവൻ എങ്ങനെ റിയാക്ട് ചെയ്തേ? അവൻ ദേഷ്യപ്പെട്ടു കാണുമല്ലോ. ദേഷ്യപ്പെടുകയോ? ആ പൊട്ടൻ ഞാൻ പറഞ്ഞത് വിശ്വസിക്കാൻ പോലും തയ്യാറായില്ല. ഞാൻ സത്യം പറയുന്നേന്ന്. ഒരു മിനിറ്റ്, പൊട്ടൻ? പൃഥ്വി അല്ലാതാര്? അവനൊരു പേരുണ്ട്, ആ പേര് പറഞ്ഞ് തന്നെ വിളിക്ക്. അവന്റെ പേര് ഇതാണ്, പൃഥ്വി. ഓ റിയലി? നിനക്ക് ആ പേര് ഇഷ്ടമാണെങ്കിൽ നീ അങ്ങ് വിളിച്ചാ മതി. എനിക്ക് ആ മരയോഞ്ചന്റെ പേര് തീരെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ തോന്നുന്ന പോലെ വിളിക്കും. പിന്നെ ഈ പേരും കൊള്ളാം, മരക്കഴുതാ. മരക്കഴുതാ, മരക്കഴുതാ. സോറി. ഇറ്റ്സ് ഓക്കെ. അല്ല, നീ എന്താ ഒറ്റയ്ക്ക് മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത്? നീ കിരണ്ണെ വിളിച്ചോണ്ടാന്ന് പറഞ്ഞല്ലേ പോയത്? എന്താ അവൻ നിന്റെ കൂടെ വന്നില്ലേ? അത് പിന്നെ ഓ ഐ ഗോട്ട് ഇറ്റ്. അവൻ ഇപ്പോഴും എന്റെ അടുത്ത് ദേഷ്യം തന്നെയാണല്ലേ? അതുകൊണ്ട് അവൻ എന്തെങ്കിലും എന്നെ കുറിച്ച് പറഞ്ഞു കാണോ അല്ലേ? എന്താ അവൻ പറഞ്ഞു? മരയോന്ത്, മരക്കഴുതാ. ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ നിന്നെ വിളിക്കാനായിട്ട് വന്നതാ. ആക്ച്വലി എല്ലാവരും ചായ കുടിക്കാനായി നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു വന്ന് വിളിക്കാന്ന്. എങ്കിൽ നമുക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഓക്കെ. പ്രീത, സൃഷ്ടി ഇതങ്ങോട്ട് വെക്കുക, അവള് കഴിച്ചു. ചെല്ല്. ഇന്നൊരു മോശം ദിവസമായിരുന്നു. ഇന്ന് രാധിക പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആ ആലോചന ഞാൻ വേണ്ടെന്ന് വെക്കുകയായിരുന്നു. പിക്നിക്കിന് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരിക്കലും വിചാരിച്ചതേ അല്ല ഇത് ഇത്രയ്ക്ക് അനുഭവിക്കേണ്ടി വരുമെന്ന്. ഒന്നും മനസ്സിലാകുന്നില്ല എനിക്ക്. കല്യാണം വേണ്ടെന്ന് തന്നെ വെച്ചാ മതിയായിരുന്നു. അതിന്റെ കൂടെ നമ്മുടെ അഭിമാനം ഇന്ന് നഷ്ടപ്പെട്ടു പോയേനെ. കിരൺ സാറാ നമ്മളെ രക്ഷിച്ചത്. ജാനകി ആന്റിക്ക് അറിയാലോ കിരൺ സാർ എന്റെ എത്ര ഫേവറേറ്റ് ആണെന്ന്. സാർ ആന്റിയുടെയും ഫേവറേറ്റ് അല്ലേ? എന്ത് കിടിലം മനുഷ്യനാണല്ലേ. ഐ മീൻ കിരൺ സാർ സംസാരിക്കാൻ തുടങ്ങിയ പിന്നെ എല്ലാരും മിണ്ടാതെ നിന്ന് കേൾക്കും. ചേച്ചി, കിരൺ സാറിൽ ഇന്ന് എത്ര ഇംപ്രസ്ഡ് ആണെന്ന് അറിയോ ഞാൻ. ഇന്ന് മുതൽ കിരൺ സാർ എന്റെ ഫേവറേറ്റ് ഐക്കണായി കഴിഞ്ഞു. ഐ മീൻ ഫേവറേറ്റ്, ഇൻസ്പിറേഷൻ, ഐഡിയൽ. ജാനകി എനിക്കൊരു കാര്യം അറിയോ? സാറ് പ്രീത ചേച്ചിയുടെ കൂടെ സ്വന്തമായിട്ട് പോയി പൃഥ്വിയെ നോക്കാൻ വേണ്ടിട്ട്. പക്ഷെ പൃഥ്വി എന്താ പറഞ്ഞേ? ഇവരെ രണ്ടുപേരെയും കുറ്റം പറഞ്ഞു. ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ആരോപണങ്ങളായിരുന്നു പൃഥ്വിയുടേത്. കിരൺ സാറ് ബ്രില്യന്റ് ആയിട്ട് പൃഥ്വിനെ എല്ലാവരുടെ മുന്നിൽ വെച്ച് മാപ്പ് പറയിച്ചു. അവൻ അത് തന്നെ വേണം. ഐ ഡോ ലവ് കിരൺ സാർ.
അമ്മേ എനിക്ക് നല്ല ക്ഷീണം തോന്നുക. ഞാൻ ഉറങ്ങാൻ പോവാ. ടേക്ക് കെയർ. സൃഷ്ടി, നീ നന്നായിട്ട് ആലോചിച്ചിട്ടാണോ ഈ പറയുന്നേ? വായിൽ വരുന്നത് വിളിച്ചു കൂവും. നീ കണ്ടതല്ലേ ഇന്ന് അവൾക്ക് എന്തൊക്കെയാ സംഭവിച്ചതെന്ന്. എടി, അവൾക്ക് മോശമായിട്ട് എന്തെങ്കിലും തോന്നിയാലോ? ചേച്ചിക്ക് മോശമായിട്ടൊന്നും തോന്നി കാണില്ല. ക്ഷീണിച്ചിട്ട് സോറി. അതൊക്കെ വിട്. നീ അടുക്കളയിൽ വന്ന് എന്നെ എന്തെങ്കിലും സഹായിക്കും. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? കിരൺ അവന്റെ ഭാഗത്തു നിന്നും പ്രീതയെ സഹായിക്കാനാണ് നോക്കിയത്. പക്ഷേ ആ സഹായം കൊണ്ട് പ്രീതയ്ക്ക് നല്ലതല്ല, മോശമാണ് സംഭവിച്ചത്. പ്രീതയുടെ കല്യാണം മുടങ്ങണേന്നാണ് എന്റെ ആഗ്രഹം. ആ രാത്രി കിരണിന്റെ വീട്ടിൽ എനിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, പക്ഷെ ഞാനിപ്പോൾ ആകെ നിസ്സഹായ അവസ്ഥയിലായിപ്പോയി. അല്ലെങ്കിൽ തന്നെ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? ഇതെങ്ങനെ തടയും? എന്റെ ദൈവമേ, എന്തെങ്കിലും ഒന്ന് ചെയ്യണേ. പക്ഷെ ഈ കാര്യത്തിൽ ഞാൻ നിനക്ക് നന്ദി പറയുകയാണെങ്കിൽ നിന്റെ ആ കള്ളക്കഥകളൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്തു എന്ന് വരും. അതെന്തായാലും ശരിയല്ല. നമുക്ക് സത്യം പറയാമായിരുന്നു. നമുക്ക് എല്ലാവരോടും സത്യം പറയാമായിരുന്നു. എന്തൊക്കെയായാലും അതിനുശേഷം ഫാമിലി എന്ത് വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ പൃഥ്വി എന്ത് വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ സത്യം പറയാമായിരുന്നു. ഐ മീൻ, ഇവളോട് എന്ത് പറഞ്ഞു കൊടുത്താലും ഇവൾക്ക് ഒന്നും മനസ്സിലാവില്ല. ഒരാളുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിട്ട് കുറച്ച് കള്ളം പറഞ്ഞു വെച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആരോട് പറയാൻ? ഒരു കുന്തവും മനസ്സിലാവുകയില്ല. വായി തോന്നിയൊക്കെ വിളിച്ച് പറയുകയും ചെയ്യും. അവൾക്ക് തോന്നുന്ന പോലെ ചിന്തിക്കട്ടെ. എനിക്കൊരു കുഴപ്പമില്ല. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ.